ഗുരുവായൂർ അപ്പന്റെ വിഗ്രഹം എന്ന് പറയുന്ന ആ വിഗ്രഹം ഇറക്കി ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ കാരണമായിട്ട് ആ മണ്ണിനെ തെരഞ്ഞെടുത്തത് അവിടെ ശിവന്റെ പാദസ്പർശം ഉണ്ടായതുകൊണ്ടാണ്. ഈ ശിവസ്യ ഹൃദയം വിഷ്ണു, വിഷ്ണുസ്യ ഹൃദയം ശിവ എന്നാണ്. ശിവന്റെ ഹൃദയമായിട്ട് വിഷ്ണുവും വിഷ്ണുവിന്റെ ഹൃദയമായിട്ട് ശിവനും വസിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അതൊരൊറ്റ വസ്തുവാണ്. ഒരു കാരണവശാലും വിഷ്ണു ആണോ വലുത് അല്ലെങ്കിൽ ശിവനാണോ വലുത് എന്ന് പറയാനുള്ള ഒരു അർഹത ഒരു സാധാരണ ഭക്തനില്ല. കൊണ്ടുപോകാനായിട്ട് യമദൂതന്മാർ വരുന്ന സമയത്ത് യമദൂതന്മാരെ തടയുന്ന വിഷ്ണുദൂതന്മാരെ കാണാം. എന്നാൽ ശിവപുരാണം പറഞ്ഞ സമയത്ത് യമനെ തന്നെ നിഗ്രഹിക്കുന്ന മഹാദേവനെ അപ്പുറത്ത് കാണാം. പരസ്പരം ധ്യാനിക്കുന്നവരാണല്ലോ ഈ വിഷ്ണു ശിവൻ. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ അങ്ങനെ പറയിക്കുകയാണ് ചെയ്യുന്നത്. മഹാദേവന്റെ ശിഷ്യനായിട്ടുള്ള വിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റ് പല ഭാഗങ്ങളിലും നമുക്ക് ഇന്നും ഇതിന്റെ അടയാളങ്ങൾ കാണാം. ഈ ശൈവ വൈഷ്ണവ ഭേദത്തിന്റെ അടയാളങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഭാരതത്തിൽ തന്നെ ഇന്ന് ഈ സനാതന ധർമ്മം എന്ന് വിളിക്കപ്പെടുന്ന പേരിലേക്ക് ഈ ധർമ്മം മാറുന്നതിന് മുമ്പ് പല മതങ്ങളായിട്ട് വിഘടിച്ചു നിന്നവരായിരുന്നു നമ്മൾ. ബാണൻ എന്ന് പറയുന്നത് ആരാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ബാണന്റെ അച്ഛന്റെ പേര് മഹാബലി എന്നാണ്. മഹാബലിയുടെ അച്ഛന്റെ പേര് വിരോചനൻ എന്നാണ്. വിരോചനന്റെ അച്ഛന്റെ പേര് പ്രഹ്ലാദൻ എന്നാണ്. പ്രഹ്ലാദന്റെ അച്ഛന്റെ പേര് ഹിരണ്യകശിപു. അവിടെ നിന്നാണ് ആ പരമ്പര തുടങ്ങുന്നത്. സ്വന്തം മകന് ശിവന്റെ പേരിട്ട ആളാണ് കൃഷ്ണൻ. അയാൾക്ക് ഏത് ആരാധനാ രീതിയോടാണോ താല്പര്യം, ഏത് മൂർത്തിയോടാണോ താല്പര്യം, ആ മൂർത്തിയിൽ കണക്ട് ആവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരേ ഒരു ധർമ്മം ഈ ലോകത്തുള്ളൂ. അതിന്റെ പേര് സനാതന ധർമ്മം അല്ലെങ്കിൽ ഹിന്ദു മതം എന്നാണ്.